അച്ഛനെ ഞാൻ USA യാത്ര തിരിച്ചാലോ എന്ന് ആലോചിക്കാം. വെരി ഗുഡ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്. അങ്ങനെയെങ്കിലും നീ രക്ഷപ്പെടറാ. ഒരാളെങ്കിലും രക്ഷപ്പെട്ട് കണ്ടാ മതി. എല്ലാരും ലൈവിലാ. നിന്റെ ചാനൽ എങ്ങനെ പോകുന്നു? വല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? അച്ഛനെ കടവന്തറ ബാബു ആരാ? ആർക്കറിയാം ആരാ? എനിക്കൊന്നും അതാരാ കടവന്തറ ബാബു? എനിക്കൊന്നും അറിയത്തില്ല ആരെന്ന് പറയുന്നു. ആരാ അത്? കടവന്തറ ബാബു ആർക്കറിയാം അതൊക്കെ? ആരാ? എനിക്കറിയില്ല. ഇടവേള ബാബുവിനെ കേട്ടിട്ടുണ്ട്. കടവന്തറ ബാബു അതാരാ? എന്തോന്ന് അതാ കമൻ്റ് അങ്ങ് പോയല്ലോ. ഒന്നുകൂടെ ഇട്ടേ. ഇപ്പൊ കമന്റ് എന്താണ്? അതൊരു തുറമുഖമാണോ ബാബു? എൻ്റെ ലൈവിൽ ഇന്നലെ വന്ന് മച്ചാനെ അന്വേഷിച്ചു. അതാരാ? എനിക്കറിയത്തില്ല. കടവന്തറ ബാബു എനിക്കറിയത്തില്ല. അങ്ങനത്തെ ആളുടെ പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. എല്ലാം ഫേക്ക് അടിക്കരുത്. മച്ചാനെ അറിയാമെന്ന്, എന്നെ അറിയാമെന്ന്. അങ്ങനെ ഒരു ബാബുവിൻ്റെ പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ. എനിക്കറിയില്ല അങ്ങനെ ഒരു വ്യക്തിയെ. പിന്നെ റംല എൻ്റെ ലൈവിൽ വന്നു. ഓ റംല ഇപ്പൊ കാണാനേ ഇല്ല. റംലയുടെ ലൈവിലൊക്കെ പോയി ഞാൻ റംല കമന്റ് വായിക്കത്തില്ല. റംലയൊക്കെ എടുത്ത് തോട്ടിക്കളഞ്ഞേ. റംല നമ്മളൊക്കെ ചെന്ന് മൈൻഡ് ചെയ്യത്തില്ല. ഭയങ്കര ഉടായിപ്പായിരുന്നു. മോണിയായപ്പോഴേ അഹങ്കാരം. അതുകൊണ്ട് റംലയുടെ ലൈവിലൊന്നും നമ്മൾ പോകാറില്ല. റംലയൊക്കെ എടുത്ത് തോട്ടിക്കളഞ്ഞേ. മോണി ആയിക്കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരമാണ്. നീ പോവാറുണ്ടോ റംലയുടെ ലൈവിലൊക്കെ? ഞാൻ പോകത്തില്ല. എൻ്റെ പട്ടി പോകും. നമ്മളെ സപ്പോർട്ട് ചെയ്ത് തരുന്നവര് മാത്രം മതി. അല്ലാതെ ഞാൻ വന്ന് ലൈക്ക് അടിക്കാൻ ഞാൻ അവളോട് പറഞ്ഞു. അവള് പറയാ ഞാൻ കോപ്പടിക്കുന്നു എന്ന്. സെക്കൻഡിൽ ഞാൻ അവളെ ആഡാക്കി. അപ്പൊ മോണി ആയിട്ട് ഇപ്പൊ അഹങ്കാരമാ. മോണിയൊക്കെ ആകല്ല ഇനിയിപ്പൊ അഹങ്കരിക്കാം. നിന്നെപ്പോലുള്ള കുറച്ച് പേര് പോയി അവിടെ ഇരുന്ന് ഹായ് കരച്ചൽ ഹായ്. ഞാൻ വന്നു ലൈക്ക് അടിക്കാൻ ഞാൻ അവളോട് പറഞ്ഞു. അവള് പറയാ ഞാൻ കോപ്പടിക്കുന്നു. ആ സെക്കൻഡിൽ ഞാൻ അവളെ ഹൈഡാക്കി. കരച്ചൽ ഹായ്, ഗുഡ് ഈവനിങ്. ലൈവിലേക്ക് സ്വാഗതം. വരൂ ലൈക്ക് അടിച്ച് കയറി വാ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആര് നിന്റെ ലൈവ് എന്ന് പറഞ്ഞ? കരച്ചൽ ഹായ്, എന്തൊക്കെയുണ്ട് വിഷയം? സുഖമാണോ? കയറി വാ, ലൈക്ക് അടിച്ച് കയറി വരി. എന്തൊരു പറയണ സുഖങ്ങൾ തന്നെ. പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ.